ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30. ഒരു ട്രാവലറിൽ യാത്ര പോവുകയാണ്. യാത്രയിൽ ഒപ്പരമുള്ളത് ഞാനും എൻ്റെ കുടുംബവും. അമ്മ, ഏട്ടൻ, ഏട്ടത്തി, ഏട്ടത്തീൻ്റെ അച്ഛൻ, അമ്മ, പിള്ളേരൊക്കെ. ഈ യാത്ര പോകുന്നത് വയനാട്ടിലേക്കാണ്. സ്ഥിരം ലൊക്കേഷൻ കണ്ടുമടുത്ത സ്ഥലങ്ങൾ. എന്താ പറയുക, തേയിലത്തോട്ടവും മലയും കുന്നും കാണുന്ന കോടയൊക്കെ ആയിട്ട് രാവിലെ യാത്ര തിരിച്ചു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം തലേത്തെ ദിവസം ചുരം കയറാൻ പറ്റില്ല, മലയിടിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തയുണ്ടായിരുന്നു. ഭഗവാനെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിട്ടാണ് പോയത്. പങ്കുവെച്ച അന്നൊന്നും സംഭവിച്ചില്ല. നല്ല അന്തരീക്ഷം, നല്ല കാലാവസ്ഥ, എന്താ പറയുക, മഴയുമില്ല അധികം, വെയിലും അധികമില്ല. ഞങ്ങൾക്കായിട്ട് നല്ലൊരു കാലാവസ്ഥ തന്നു. അങ്ങനെ ആദ്യം പോയത് എവിടെയാണ് പോയത്, അവിടെ കയറാനല്ല, ചായ കുടിക്കാനാണ്. തൊട്ട് ഓപ്പോസിറ്റുള്ള കടയിൽ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. വണ്ടിയിലുള്ള യാത്രക്കാരല്ല ഇതിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ലക്കിടി വ്യൂ പോയിന്റിലാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ട്, കുറച്ച് വേറെ ആൾക്കാരായിട്ട്. കുറേ കുരങ്ങന്മാരെ കാണാമെന്ന് പറയുമ്പോഴേക്കും കുരങ്ങനതിലൂടെ പോയി. അങ്ങനെ അവിടെയുള്ള വ്യൂ പോയിൻ്റൊക്കെ കണ്ടു. എൻ്റെ ക്ലാരിറ്റി അത്ര പോരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാനവിടെ. ചിലവരൊക്കെ സൂപ്പറായിട്ട് വീഡിയോ എടുത്തിട്ട് കാണാം. എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പേടിയാണ്. കാരണം കുരങ്ങനെ എൻ്റെ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വീഡിയോ ഇടാനുണ്ടാവില്ല. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ടു. കുറച്ച് സമയം അവിടെ തന്നെ നിന്നു, കുരങ്ങന്മാരെ കണ്ടു. നല്ല പച്ചപ്പുള്ള സ്ഥലം. അങ്ങനെ കുറച്ചധികം സമയം അവിടെ നിന്നിട്ട് നേരെ ട്രാവലുകാരനെ വിളിച്ചു. അങ്ങനെ അയാളെ കൂട്ടാൻ വന്നു. അവിടെ നിന്ന് തിരിച്ചിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു. ഈ വരുന്ന യാത്രക്കാരൊക്കെ ഈ വണ്ടിയിലുണ്ടായിരുന്നതാണ്. ആ പോകുന്ന കാഴ്ച വല്ലപ്പോഴേ കാണാൻ പറ്റും കേട്ടോ. കാരണം ഒന്നിച്ചുണ്ടാകുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ മെല്ലെ ബന്ധം അവരൊക്കെ വന്നു. രാവിലെ ചായ കുടിച്ചിരുന്നു. അങ്ങനെ അവിടുത്തെ സ്ഥലമൊക്കെ കണ്ട് വണ്ടി കയറിയിട്ട് യാത്രയായി. നെക്സ്റ്റ് സ്ഥലം ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. അവിടെ ഞാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. നല്ല സ്ഥലമായിരുന്നു, എനിക്കിഷ്ടമായി. പക്ഷേ അത് അവിടുത്തെ റേറ്റ് എനിക്കത്ര പിടിച്ചില്ല. കാരണം ഭയങ്കര റേറ്റായിരുന്നു. ഇവിടെ നിന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. അഥവാ ഒരു കല്ലെങ്ങാനും താഴെ വീണിട്ടുണ്ടെങ്കിൽ പോയില്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും വീണില്ല. നല്ല കാലാവസ്ഥയായിരുന്നു ഭാഗ്യവശാൽ. അങ്ങനെ യാത്ര ഞങ്ങൾ തുടങ്ങി. വയനാട് അപ്പോഴും പച്ചപ്പാണല്ലോ. അങ്ങനെ പോയി. കാടും മഞ്ഞും മേഘവും വെളിച്ചവും മരവും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളൊരു നാട്. ഇയാൾ ഒരേ ഡാൻസായിരുന്നു. എന്തോ അടങ്ങി നിൽക്കാൻ ഭയങ്കര വിഷമമുള്ള കുട്ടിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് വന്നിട്ട് അത്രയും കാലമായില്ല എന്ന് തോന്നുന്നത്. അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ കയറിപ്പോയി. ഇവിടുന്ന് നോക്കിയാൽ എന്നൂര് കാണാം. എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കണ്ട് ആശ്വസിച്ചു. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയാൽ എന്നൂര് കാണാം കൃത്യമായിട്ട്.
അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടെ ഒന്നിച്ച് കയറി മല കയറി അവിടെ എത്തി. ഫുൾ സ്റ്റെപ്പാണ് മുകളിലോളം. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറുക. എന്നിട്ട് അവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയി. അപ്പോൾ ഈ കൂട്ടത്തിൽ ചെറിയൊരു വിദ്വാനുണ്ട്. അവൻ പറയാം, അമ്മ മല ചവിട്ടത പൊട്ടി ഞങ്ങൾ താഴെ വീണോന്ന്. അങ്ങനെ മെല്ലെ മെല്ലെ പേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവിടെ നിന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര വെയിലായിരുന്നു ഇവിടെ നിൽക്കുമ്പോഴേ. താഴെ നിൽക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എന്തോ അഥവാ പൊട്ടിപ്പോയാൽ എല്ലാവരും തീരൂലേ എന്നുള്ളൊരു പേടി. അങ്ങനെ എല്ലാവരും തിരിച്ചു വന്നു. താഴെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും താഴേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര വാശിയായിരുന്നു. താഴേക്കടി കളിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ് താഴ്ന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. എല്ലാവരും കുറച്ച് സമയം അവിടെ ഇരുന്നു. കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. നല്ലൊരു ആംബിയൻസ് സ്ഥലം. ചുറ്റും കാടും. ഞാനിവിടുന്ന് വെറുതെ ഊഞ്ഞാലാടാൻ നോക്കില്ല. പക്ഷെ എന്നെ പുറം നേരെ പോയിട്ട് മേശയൊക്കെ ഇടിച്ചുകൊണ്ടേയിരുന്നു. നല്ല വേദന എടുത്തു. വെറുതെ ആയി. അവർക്ക് കുറച്ച് മുന്നോട്ടാക്കായിരുന്നു ആ ഊഞ്ഞാൽ. അങ്ങനെ വേണ്ടി യാത്ര തുടർന്നു. കുറേ പോയി. രാത്രിയാകുമ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കും. എന്നിട്ട് നാളെ വീണ്ടും യാത്ര തുടങ്ങും. നാളെ മൈസൂരേക്കാണ് യാത്ര. ഇപ്പം സമയമൊക്കെ അത്രയേ ആയിട്ടുള്ളൂ. നല്ല കാലാവസ്ഥ തന്നെ.